ശ്രീവിദ്യ കമൽഹാസൻ. മലയാളത്തിന്റെ സ്ത്രീത്വം അതായിരുന്നു ശ്രീവിദ്യ. ആരാധകർക്ക് മാത്രമല്ല സിനിമാ ലോകത്തിനും ഏറെ പ്രിയപ്പെട്ട അഭിനേത്രിയായിരുന്നു ശ്രീവിദ്യ. ശ്രീവിദ്യയുടെ ജീവിതവും സംഭവബഹുലമായ ഒരു സിനിമ പോലെയായിരുന്നു. എന്നാൽ അവിടെ നായകന്മാരായിരുന്നില്ല വിജയം കണ്ടത്, വില്ലനായിരുന്നു എന്ന് മാത്രം. പ്രണയവും പ്രണയപരാജയവും വിവാഹവും വിവാഹമോചനവും വില്ലനായെത്തിയ ക്യാൻസറും അത് പുറംലോകമറിയാതെ കൊണ്ടു നടന്നതും ഏറ്റവും ഒടുവിൽ രോഗശയ്യയിൽ കിടക്കുമ്പോൾ തന്റെ കൗമാരകാല പ്രണയിതാവിനെ കാണണമെന്ന മോഹവും അദ്ദേഹം ആ ആഗ്രഹം നിറവേറ്റാൻ എത്തിയതുമൊക്കെ ഏതൊരു സൂപ്പർതാര ചിത്രത്തെയും വെല്ലുന്ന രീതിയിലായിരുന്നു ദൈവം മുൻകൂട്ടി സ്ക്രിപ്റ്റ് ഒരുക്കിയത്. 70കളിൽ സിനിമാ രംഗത്തെ സജീവ ചർച്ചയായിരുന്നു ശ്രീവിദ്യ കമൽഹാസൻ പ്രണയം. ഇരുവരുടെയും വിവാഹ വാർത്ത കേൾക്കുവാനായി ഏറെ ആകാംക്ഷയോടെയായിരുന്നു ആരാധകരും സിനിമാ ലോകവും കാത്തിരുന്നത്. ശ്രീവിദ്യയ്ക്ക് കമലിനോട് അഗാധ പ്രണയമാണെന്ന് സിനിമാ മാഗസിനുകളിലും എഴുതി. കമലിനേക്കാൾ 1 വയസ്സ് കൂടുതലായിരുന്നു ശ്രീവിദ്യയ്ക്ക്. എന്നാൽ അവർക്കിടയിൽ അതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. ശ്രീവിദ്യയുടെ വീട്ടുകാർക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു ഈ പ്രണയത്തോട്. ഒരു രീതിയിലും അവർ അതിനെ അംഗീകരിച്ചില്ല. അപൂർവരാഗങ്ങൾ എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോഴായിരുന്നു ഇരുവർക്കുമിടയിൽ പ്രണയം മുട്ടിട്ടത്. ഏറെ കാത്തിരിപ്പുകൾക്കൊടുവിൽ വീട്ടുകാർ ഒരു രീതിയിലും അംഗീകരിക്കാതിരുന്നതിനെ തുടർന്ന് ഇരുവരും തങ്ങളുടെ പ്രണയം പാതി വഴിയിൽ ഉപേക്ഷിച്ചു. പിന്നീട് ചലച്ചിത്ര നിർമ്മാതാവ് ജോർജ് തോമസ് വിദ്യയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നെങ്കിലും അതും വിവാഹമോചനത്തിൽ എത്തുകയായിരുന്നു. സംവിധായകൻ രഞ്ജിത്ത് ഒരുക്കിയ തിരക്കഥ എന്ന ചിത്രത്തിൽ ശ്രീവിദ്യയുടെ ജീവിതമായിരുന്നു പ്രധാനമായും പ്രമേയമാക്കിയത്. ശ്രീവിദ്യയുടെ അവസാന നാളുകളിൽ ആശുപത്രിയിൽ ആർക്കും സന്ദർശനം അനുവദിച്ചിരുന്നില്ല. എന്നാൽ വിദ്യയെ കാണാൻ കമലെത്തി. അതും ശ്രീവിദ്യയ്ക്ക് കമലിനെ കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചതിനെ തുടർന്നായിരുന്നു കമലിന്റെ സന്ദർശനം. എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കാമെന്ന് കമൽ പറഞ്ഞെങ്കിലും സ്നേഹപൂർവ്വം ശ്രീവിദ്യ അത് നിരസിക്കുകയായിരുന്നു. രഞ്ജിത്തിന്റെ ചിത്രത്തിലും ക്ലൈമാക്സിന് കാരണമായത് കമലിന്റെ ആ സന്ദർശനമായിരുന്നു.